ദേശീയ ന്യൂസ് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഈ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകി ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ പഞ്ചായത്തിലെ തൃപ്പൂണിത്തുറ പൂത്തോട്ട റോഡിൽ വരുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് നടക്കാവ് ജംഗ്ഷൻ. മുളന്തുരുത്തി, പിറവം, കൂത്താട്ടുളം ഭാഗങ്ങളിലേക്ക് പോകുവാനായി യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് നടക്കാവ് ജംഗ്ഷൻ. ദൈനംദിന യാത്രക്കാരെ കൊണ്ട് തന്നെ ധാരാളം തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനാണ് ഈ നടക്കാവ് ജംഗ്ഷൻ. അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഉദയംപേരൂർ മേഖലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ക്രമാതീതമായ തിരക്കം അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനാണ് നടക്കാവ് ജംഗ്ഷൻ. ഉദയംപേരൂർ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റെല്ല മേരീസ് ഹൈസ്കൂൾ, പുത്തൻകാവിലെയും പൂത്തോട്ടയിലെയും പറവൂർ മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, എറണാകുളം മുതൽ കോട്ടയം വരെയുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ കൂടി ചില സമയം പിറവം ഭാഗത്തേക്ക് പോകുവാനായി ഈ നടക്കാവ് ജംഗ്ഷൻ ഉപയോഗപ്പെടുത്താറുണ്ട്. പറഞ്ഞു വരുന്നത്, നടക്കാവ് ജംഗ്ഷനിൽ നിന്ന് മുളന്തുരുത്തി പിറവം ഭാഗത്തേക്ക് പോകുവാനായി യാത്രാ സൗകര്യം ഉപയോഗിക്കുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഒരു സുരക്ഷിതമായ ബസ് ഷെൽട്ടർ ഈ ജംഗ്ഷനില്ല എന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പേ വലിയ കുഴിയുടെ അരികിലെ ഈ ബസ് സ്റ്റോപ്പിലെ കുട്ടികളുടെ ഞാനന്മേക്കറി ദേശീയൻ പത്രം പുറത്തുകൊണ്ടുവന്നതാണ്. അന്ന് അത് അധികാരികൾ ശ്രദ്ധിച്ചില്ല. സ്ഥലപരിമിതിയാണ് പലരും ഈ ആവശ്യത്തോട് വിമുഖത കാട്ടുന്നതിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. വലിയ വീതിയൊന്നുമില്ലാത്ത ഈ ബസ് റൂട്ടിൽ ബസ് നിർത്തുന്നയിടത്ത് വലിയ കുഴിയാണ്. ആ കുഴിയിൽ വീഴാതെയാണ് വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ഞാനന്മേക്കളി നടത്തി ബസ്സിൽ കയറിയിറങ്ങും. ഈ വാർത്ത നേരത്തെ തന്നെ ദേശീയൻ പത്രം പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടികളും ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നടക്കാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടതാണ് ഏറെയധികം വികസിക്കേണ്ട ഈ ജംഗ്ഷൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ അവികസിതമായി കിടക്കുന്നതെന്നാണ് ജനാഭിപ്രായം. എന്നാൽ വെടിക്കെട്ടുകളിൽ വലിയ നിയന്ത്രണം വന്ന സാഹചര്യത്തിലും വികസനം ഇപ്പോഴും വിദൂരത്താണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പള്ളിത്താഴം ജംഗ്ഷൻ ഏറ്റവും മൂർത്തമായ വികസന പാതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുന്തിയ ജുവല്ലറിയും ഭക്ഷണശാലയും ഒക്കെ അവിടെ ഉണ്ടാവുകയും അവിടെ അതെല്ലാം തിരക്കിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഉദയംപേരൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും 30 മീറ്റർ ദൂരത്ത് പോലുമല്ല ഈ ജംഗ്ഷൻ എന്നുള്ളതാണ്. എന്നിട്ടും അധികാരികളുടെ കണ്ണിൽപ്പെടാതെ പോകുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന മട്ടിലാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസും ഈ ജംഗ്ഷനിൽ നിന്നും അധികം ദൂരത്തല്ല. നേരത്തെ ഭരിച്ചിരുന്ന CPMന്റെ ഓഫീസും ഈ ജംഗ്ഷന്റെ പരിസരത്ത് തന്നെ. മുളന്തുരുത്തി ഭാഗത്തേക്കുള്ള എല്ലാ ബസ്സുകളും നിർത്തുന്നത് നടക്കാവ് ദേവസ്വത്തിന്റെ സ്ഥലത്തിനരികിലുള്ള റോഡിലാണ്. ബസ് ഇപ്പോൾ നിർത്തുന്ന സ്ഥലത്തിന്റെ അരികിൽ കുഴിയായതിനാൽ കരിങ്കൽ ഭിത്തി കെട്ടിയാണ് ഈ റോഡ് സംരക്ഷിച്ചിരിക്കുന്നത്. വലിയ സ്ഥല സൗകര്യമോ വീതിയോ ഒന്നുമില്ലെങ്കിൽ പോലും യാത്രക്കാർ ഈ അപകട കുഴിയുടെ അരികിൽ നിന്നാണ് ഞാനന്മേക്കറി നടത്തി ബസ്സിൽ കയറി പോകുന്നത്. സ്ഥലപരിചയമില്ലാത്ത ആളുകൾ അറിയാതെ ബസ്സിൽ നിന്നിറങ്ങി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ കുഴിയിൽ വീഴുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഒരു അപകടം നടന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ള പിടിവാശി അധികാരികൾ ഉപേക്ഷിക്കണം. ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സ്ഥലം വാർഡ് മെമ്പർ നടക്കാവ് ദേവസ്വത്തിന്റെ ഒരു അംഗം കൂടിയായത് ഒരു നല്ല അവസരമാണ്. അഭീഷ്ടവരദായിനിയായ നടക്കാവിലമ്മയുടെ ക്ഷേത്ര പരിസരമാണ്. ദേവസ്വത്തിലെ മനുഷ്യദേവനും കൂടി കഴിഞ്ഞാൽ അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും കുട്ടികൾ അപകടരഹിതമായി സ്കൂളുകളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്നും സ്കൂളിലേക്കും യാത്ര നടത്തും. അതുതന്നെയാവും ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. വളണ്ടിയർ റിപ്പോർട്ടർ, ദേശീയ ന്യൂസ്, കൊച്ചി.